ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് അപ്പോൾ ഡേ അപ്ഡേറ്റ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഫസ്റ്റ് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട് പണിയുടെ ഒരു തംബ്നെയിലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള. അപ്പോൾ അതായത് നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് ഒരു കുറേ മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും വ്ളോഗ് കാണുന്നത്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊരു വീഡിയോയുടെ ഇടയിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ എനിക്കൊരു തോട്ട് വന്നതാണ്, നമുക്ക് എന്തുകൊണ്ട് അപ്ഡേറ്റ് വീഡിയോ ചെയ്തുകൂടാ. പിന്നീട് ഭാവിയിൽ നമ്മൾ കാണുമ്പം അത് വേറൊരു ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ഒരു വീടിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ്, അതായത് ഇപ്പം സൈഡ് വാർത്തൊക്കെ ഇട്ടിട്ടുണ്ട്, അതായത് ഷെയ്ഡ് വാർത്തിട്ടിട്ടുണ്ട്. ഇപ്പം വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഷെയ്ഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാർത്തയായിരുന്നു കേട്ടോ, ഇന്നലെ വാർത്തയായിരുന്നു. അപ്പം ഇന്നലെ കോളേജിൽ പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഇതാണ് ഇവിടുത്തെ വിഷ്വൽസ്. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ കൂടെയാണ് അവർ കൊണ്ട് കയറുന്നത് കേട്ടോ. ഒരു സ്റ്റെയറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇല്ലേ, അടിപൊളിയായിട്ട് ഒരു ഇതിലും സ്റ്റെയർ ഉണ്ട്. പിന്നെ കമ്പിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ വാർപ്പ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഇത് മാത്രമേ വാർത്തിട്ടിട്ടുള്ളൂ. അവരിവിടെ കൂടെ സാധനങ്ങൾ കൊണ്ടുപോയി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് മിക്സ് ചെയ്ത് ഇന്നലെ ഇതിൻ്റെ ടോപ്പിലോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ചെറുതായിട്ട് വെള്ളമൊക്കെ തളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയറിങ് പണിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തൂടെയാണ് വയറിങ്ങിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇറക്കിയത്. നമ്മൾ തന്നെയാണ് കൂടുതലും സെറ്റ് ചെയ്തത്. പിന്നെ ഇതാണ് നമ്മുടെ ഹോൾ ഇതാണ് റൂം. അത് സിറ്റ് ഔട്ട് ഇതാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ ഗ്ലാസ് ഇടാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഗ്ലാസ് ഇടാനാണ് ഒരു പ്ലാൻ. പിന്നെ മണ്ടയിൽ ഇവിടെ കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ഉണ്ട്. അതിപ്പം എങ്ങനെയാണ് കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയെന്നില്ല. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കാണിച്ചു തരാട്ടാ. ഏണി ഇതിൻ്റെ അകത്ത് എവിടെ ഇരിക്കുകയാണ്. ബാത്റൂം ഇതൊക്കെ നിങ്ങൾ ഇതിന് മുമ്പുള്ള വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരെ മണ്ടയിൽ കയറട്ടെ. ഓക്കെ, അങ്ങനെ മണ്ടയിൽ കയറി. ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ. വീടിൻ്റെ മണ്ടയിൽ 2 വാട്ടർ ടാങ്ക് ഉണ്ട്. ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചായിരുന്നു ഇവിടെയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ ഗീസ്? അറിയാൻ കമൻറ്റ് ചെയ്യും. എനിക്കറിയാം, കണ്ടില്ലേ. എന്തായാലും വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയണേ. ഹാളിൻ്റെ അവിടെ കുറേ ലൈറ്റിംഗ് പരിപാടി ഈ സ്ക്വയർ ഷേപ്പിൽ പറഞ്ഞെടുത്തുണ്ട്. കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പം ഒന്നും മനസ്സിലാവില്ല. പിന്നീട് ഇതിൻ്റെ ഫൈനൽ ഔട്ടൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിടിലം വ്യൂ ഉണ്ട്. ഇത് കുറച്ച് ചില്ല ഇവിടെ നിന്ന് വെട്ടിക്കളയുമ്പോൾ നമുക്ക് റോഡൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ദിവസം രാത്രി, അതായത് 10-1 മണി വരെ ഇരുന്നാണ് സെറ്റ് ചെയ്തത്. ഒരു മാമൻ വന്നു, പിന്നെ ഞാനും പപ്പയും കൂടെ ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അയ്യോ, അപ്പോൾ ഇനി ഇവിടെയും കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കണം, അതുകൊണ്ട് വാട്ടർ ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കാണ്. ഇത് നമ്മുടെ സാധാ കിണറ്റ് വെള്ളം. ഇന്ന് ഇങ്ങനെ എടുക്കുക. 2 കയ്യിലും സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിച്ചിട്ട് കാണാം കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ഷെയ്ഡെല്ലാം നല്ല കിടിലം ബലത്തിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കിടിലായിട്ട് തന്നെ നടക്കാം, പേടിയൊന്നും തോന്നുന്നില്ല. ഞാൻ ഇതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കാണിച്ചു തരാവേ. ഞാൻ ഒഴിച്ചിട്ട് വരാം. ഹേ ഗൈസ്, അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു ഫുള്ള്. ഇത് സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കും. കുറച്ച് നേരം അല്ല, അത് കുറേ ദിവസം എടുക്കും. എന്നാലും അടിപൊളിയായിട്ട് സെറ്റ് ആവുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഉണ്ടല്ലോ, അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പിൻ്റെ ഒരു ഇതുവരെ നമുക്കൊരു വ്ളോഗ് അങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അല്ലാതെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയ ലെങ്ത് കൂടിപ്പോവും, അത് നമുക്ക് നടക്കൂല.
അതുപോലെ നടക്കണേല്ല ഞാൻ നടത്തും, പക്ഷേ ആരും വീഡിയോ ഒന്നും കാണൂല. അപ്പം ഇനി ഇറങ്ങിയിട്ട് ഇനി വാർപ്പ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കും. പിന്നെ ഇവിടെ ഇത്രയും വരി കെട്ടാറുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വ്ളോഗ് എടുക്കാം, അല്ലെങ്കിൽ വ്ളോഗ് കാണൂല. അപ്പോൾ വാർപ്പിൻ്റെ ഒന്ന് എങ്ങനെയായിരുന്നാലും ഞാൻ ലീവ് എടുക്കാൻ പറ്റുമെന്ന് നോക്കും, കോളേജിൽ പോവാതെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ വരാനായിട്ട് പോണേ. ഇത് എല്ലാ റൂമും, അത് ഹാള്. ഹാളെന്ന് പറയണത് ഞാൻ സ്റ്റുഡിയോ ആണ് മെയിനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാം. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെവറിൽ. അതായത് ഇന്നലെ ആയിരുന്നു നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കെട്ടുന്ന ആ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്നലെ വ്ളോഗ് എടുക്കാനായിട്ട് പറ്റില്ല, പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കായതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ കല്ലൊക്കെ ചുമന്ന് കയറ്റുന്നതും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ, അതായത് ഈ വീഡിയോയിൽ തൊട്ട് മുമ്പായിട്ടുള്ള ക്ലിപ്പിൽ നമ്മൾ ഇത്രയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ, ഈ സൈഡും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തും ഫുള്ള് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇവിടെ നമുക്കൊരു ഷെയ്ഡ് വരുന്നുണ്ട്, അത് നമ്മൾ പൊളിച്ച് കളയാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അതങ്ങനെ ഇട്ടിരിക്കുകയാണ്, പൊളിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിൻ്റെ തട്ട് സെറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ പിറ്റേ ദിവസം വാർക്കുമായിരിക്കും. അപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ പണിക്കാർ ഇവിടെ പണിയെടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ. പിന്നെ ഇവിടെ നിന്നും തട്ട് വിളിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയണേ. ഈ ഗൈസ്, അപ്പോൾ ഇന്ന് വാർപ്പാണ്. അപ്പോൾ പണിക്കാർ വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ നമ്മൾ നൈറ്റ് അതോടൊപ്പം തന്നെ വൈകിട്ടൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്ത വയറിങ്ങാണ് കേട്ടോ. പണിക്കാർ ഫുള്ള് അവിടെ പണിയെടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ ഫുൾ അടിപൊളിയായിട്ട് വാർക്കും. അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അകത്തിങ്ങനെയാണ് കേട്ടോ, മണ്ടലി ഷീറ്റ് ആണ് പറഞ്ഞാൽ. പണ്ടൊക്കെ തടിയൊക്കെ ആയിരുന്നു, പിന്നെ ജാക്കി പോലത്തെ ഒരു സാധനം അതൊക്കെ വെച്ചിട്ടാണ് അകം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിൻ്റെ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ നേരെ വന്നത് ഇവിടെ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതോടൊപ്പം പ്ലേറ്റും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പ്ലേറ്റും വാങ്ങി ഫുഡും എടുത്ത് നേരെ വീട്ടിലോട്ടെ. പണിക്കുള്ള കുറച്ച് ചല്ലി തികഞ്ഞില്ലായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ച് ചല്ലി ഇതവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചെയ്തു വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഫുള്ള് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ഹോം ടൂർ ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഗൈസ്, അപ്പോൾ അങ്ങനെ വാർപ്പ് ഫുള്ള് കഴിഞ്ഞ് ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 6 മണിയായപ്പോൾ എന്തോ തുടങ്ങിയതാണ്. അപ്പോൾ കിടിലൻ ക്ലൈമറ്റ്. അപ്പോൾ ഇന്നലെ ഫുള്ള് നല്ല മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വാർപ്പ് ടൈമിൽ മഴയോ അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാവിലെ ചെറിയ മഴക്കോൾ വന്നെങ്കിലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല കിടിലുമായിട്ട് തന്നെ വാർത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ടല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ബോർഡർ പിടിക്കാനായിട്ട് ആൾ വരും. അപ്പോൾ അതും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയണേ. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് തീരുന്ന ഒരു വീഡിയോ ആയിരിക്കും. തെങ്ങ് വന്ന് വീഴൂ, അടിയിരിക്കും. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വ്ളോഗ് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൻ സൈനിങ് ഔട്ട്.